Om Shanti. Good morning to everyone. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗ്യമുള്ള ദിവസവും അവസരവുമാണ് കൈവന്നിരിക്കുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ അനേകം പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള സകല മാനവരാശിക്കും പ്രചോദനം ഏകുന്നതിനും മനഃശാന്തി ലഭിക്കുന്നതിനുമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് കുട്ടികൾക്കായിട്ട് നടത്തുന്ന 2 ദിവസത്തെ സർഗം എന്നുള്ള പരിപാടി. നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും, നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ എന്താണ് നമ്മളോട് പറയാൻ പോകുന്നത്, ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന ഒരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അയക്കുന്ന അച്ഛനമ്മമാർക്കും തോന്നും, ബ്രഹ്മകുമാരീസ് എന്തോ പ്രോഗ്രാം നടക്കുന്നു, കുട്ടികളെ വിടുന്നു. നമ്മൾ ഏതൊരു പ്രോഗ്രാമിന് പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളായാലും അറിവായാലും നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളാണ്. നിങ്ങളുടെ ജീവിത വളർച്ചയുടെ തുടക്ക ഘട്ടങ്ങളാണിത്. ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ആ ടീച്ചർ നല്ലതാണ് എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആ ടീച്ചർ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. അല്ല, ആ ടീച്ചർ കൊള്ളില്ല എന്നൊരു ഇമേജോടുകൂടി പോവുകയാണെങ്കിൽ എത്ര നന്നായിട്ട് ടീച്ചർ ക്ലാസ് എടുത്താലും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പം നമുക്കൊരു മുൻവിധിയുണ്ട്, ഇത് നല്ലതാണ് നല്ലതല്ല എന്നുള്ള മുൻവിധി. അതില്ലാതെ നമ്മൾ സമീപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുക. ഇപ്പം ഇവിടെ നിങ്ങൾ 2 ദിവസമായിട്ട് നടക്കുമ്പോൾ ഈ പ്രോഗ്രാംസിൽ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതയോടുകൂടി ഇതിൽ അർപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടും, ഒരു മനസ്സുഖം. അത് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതല്ല എന്താണ് മനസ്സുഖം എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം കിട്ടുമ്പോൾ ഒരു മനസ്സിന് തോന്നുന്ന ഒരു സുഖം, ഈ കിട്ടുന്ന ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടതായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ വലിയ പ്രസംഗത്തിനൊന്നുമല്ല മെനക്കെടുന്നത്. കാര്യം ഞാനൊരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സൈക്കോളജി ഒരുവിധം അറിയാം. ഈ കൂടുതൽ കേൾക്കുന്നത് മുഷിച്ചിലാണ് എപ്പോഴും. പക്ഷെ എന്നാലും പറയേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ പറ്റില്ലല്ലോ. അപ്പം നമുക്കറിയാം, ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രഹ്മകുമാരീസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാംസിൽ ഏറ്റവും പ്രധാനം സ്വയം പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. വലിയ സംഭവമാണ് കേട്ടോ, കുട്ടികൾക്ക് അത്രത്തോളം മനസ്സിലാവണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് സ്വയം പരിവർത്തനം എന്നുള്ളതിനേക്കാൾ അപ്പുറം സ്വയം നന്നാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് സ്വയം നമ്മൾ ആരും മോശക്കാരാണോ? നന്നാകാൻ മാത്രം അല്ല. നമ്മൾ എല്ലാ ആത്മാക്കളും എല്ലാ വ്യക്തികളും നല്ലവരാണ്. നല്ലതല്ല എന്ന് തോന്നുന്ന ചില ഘടകങ്ങൾ അവരിൽ കാണാറുണ്ട്. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നമുക്കറിയാലോ. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പകുതി നാം സ്വായത്തമാക്കുന്നതും പകുതി ജന്മന നമുക്ക് കിട്ടുന്നതുമാണ്, അല്ലേ? നമ്മൾ പറയേണ്ട ചിലരെ കുറിച്ച് പറയാൻ വേണ്ടി ജന്മഗുണമാണെന്ന് പറയാറുണ്ട്, നല്ലതായാലും ചീത്തയായാലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാക്കൾ പുനർജനിക്കുന്നു എന്നും നാം ഓരോരുത്തരും കഴിഞ്ഞ ജന്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് പുതിയ ജന്മമെടുത്തിരിക്കുന്നതും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു. ആ കുടുംബത്തിൽ ജനിച്ചത് നമ്മുടെ ചോയ്സല്ല. ഏത് മതത്തിൽ ജനിച്ചു നമ്മുടെ ചോയ്സല്ല. ഏത് ജാതിയിലാണ് നമ്മുടെ ചോയ്സല്ല. നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ ചോയ്സല്ല. സാമ്പത്തികമുള്ള കുടുംബത്തിലാണോ കഷ്ടപ്പാടുള്ള കുടുംബത്തിലാണോ ജനിച്ചത്, ഇതൊന്നും നമ്മുടെ ചോയ്സല്ല. നമ്മൾ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂക്ഷിച്ചു വച്ചിരുന്ന
നമ്മുടെ അക്കൗണ്ടിൽ സൽപ്രവർത്തികളിലൂടെ നേടിയെടുത്തിരിക്കുന്ന പുണ്യം വളരെ കൂടുതലുണ്ടെങ്കിൽ നല്ല കുടുംബത്തിലേക്ക് നാം ജനനം എടുത്തിട്ടുണ്ടാവും. അങ്ങനെ അല്ല സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാരും കുറ്റക്കാരായതുകൊണ്ടല്ല, ഒന്നിൻ്റെ തുടർച്ചയാണ്. ഒരു നദി ചെറിയ രീതിയിൽ ഉത്ഭവിച്ച് കടലിൽ ചെന്ന് എത്തുന്നവരെ ഒരു തുടർച്ചയുണ്ട്. ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് മൂല്യങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഈ പകുതി ക്വാളിറ്റി ജന്മനാ കിട്ടുന്നതും പകുതി നാം ജീവിതത്തിലൂടെ സ്വായത്തമാക്കുന്നതുമാണ്. നമുക്കറിയാം, ജീവിക്കുമ്പോൾ ഓരോരുത്തരുടെയും എൻവയോൺമെൻറ്റ് വ്യത്യാസമുണ്ട്. ഫാമിലി സിറ്റുവേഷൻസ് ആയാലും ജീവിക്കുന്ന സാഹചര്യങ്ങളായാലും എല്ലാം വളരെ വ്യത്യാസമുണ്ട്. പഠിക്കുന്ന സ്കൂൾ വ്യത്യാസമുണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വ്യത്യാസമുണ്ട്, ഇടപഴകുന്ന ജനങ്ങൾ വ്യത്യാസമുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ളവർ തന്നെ നല്ല ക്വാളിറ്റി തരുന്നവരുണ്ട്, നെഗറ്റീവ് എനർജി തരുന്നവരുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. 1-2 സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നല്ലതുണ്ടാവും. അവരെന്തും പൊട്ടത്തരം പറഞ്ഞാലും നിങ്ങൾ സന്തോഷമായിട്ട് ചെയ്യും. കാരണം സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് അവർ പറയുന്നത് നല്ലതായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം അടുത്തിരിക്കുന്നവർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഉപദേശം എന്നേ നമുക്ക് തോന്നും. അപ്പം പല സാഹചര്യങ്ങളിലുള്ള ജനങ്ങളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. അവരിൽ നിന്നൊക്കെ കുറേ ആശയങ്ങളും കുറേ എനർജി നമുക്ക് കിട്ടുന്നു. ഈ എനർജി നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ രൂപപ്പെടുത്തി ഒരു പുതിയ വ്യക്തിത്വമായിട്ട് നമ്മൾ വികസിക്കുന്നു. കാരണം എന്നുള്ള വ്യക്തി എന്ന് നമ്മൾ പറയുമ്പം ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്, ഒരുപാട് ക്വാളിറ്റീസ് അതിനകത്തുണ്ട്. രൂപമല്ല, ഒരാൾ കറുത്തതായതും വെളുത്തതായാലും ഹൈറ്റുള്ളതായാലും ചന്തമുണ്ടെന്ന് പറയുന്നതും ഇല്ലയെന്ന് പറയും ഒന്നും നമ്മുടെ ചോയ്സിൽ വരുന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ക്വാളിറ്റീസിൽ വെച്ച് നമുക്ക് അഹങ്കരിക്കാനോ നമുക്ക് കുറവുകളുണ്ടെന്ന് ഓർത്ത് നമുക്കൊരു അപകർഷതാബോധം തോന്നാനോ അവകാശമില്ല. നമ്മുടെ തലയ്ക്കകത്ത് കുറേ ബുദ്ധി ഉണ്ടാക്കി, നമ്മളാരും കയറ്റി വെച്ച ബുദ്ധിയൊന്നുമല്ലത്. ഒരു കുട്ടി നന്നായി പഠിക്കുന്നു, നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. കാരണം ആ കുട്ടി കുറേ നന്മകൾ ഉള്ള ഒരു ജന്മത്തിൽ നിന്ന് ഉടലെടുത്ത് വന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അക്കൗണ്ടിൽ കുറേ നല്ല ക്വാളിറ്റീസും നല്ല സേവിങ്സും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സേവിങ്സാണ് ഇപ്പോൾ ആ കുട്ടി ആസ്വദിക്കുന്നത്. അപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള നമ്മൾ പോകുന്ന ജന്മത്തിലേക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതേസമയം ഇപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ കുട്ടികളാണ്, വലിയ വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുകയൊന്നും വേണ്ട. നമുക്ക് നല്ല ചിന്തകൾ മാത്രം. കാരണം കൂടെയുള്ളവരെ സ്നേഹിക്കുക, പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക, ദ്രോഹിക്കാതിരിക്കുക, സഹകരിക്കുക. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ, നമ്മളെല്ലാവരും പറയുന്ന മഹാന്മാർ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയും. പക്ഷെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴേ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഒരു ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയുമല്ലോ, സത്യം മാത്രമേ പറയാവൂ എന്ന് ഗാന്ധിജി പറഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ചതിന് ഗമ കൂടുതലാണ്. നമ്മളാരും പറഞ്ഞാൽ നമുക്കറിയാം സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ ഗാന്ധിജി അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. കാരണം മഹാന്മാരുടെ വാക്കുകൾ എപ്പോഴും മഹത്തായിട്ട് നാം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ആ സ്ഥാനത്താണ് നിങ്ങളുടെ അധ്യാപകരുടെ സ്ഥാനവും നിങ്ങൾക്കുള്ളത്. അധ്യാപകരുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വളരെ വലിയ സ്ഥാനമാണുള്ളത്. നല്ലതോ ചീത്തന്നൊന്നുമില്ല അധ്യാപകർ നല്ലതേ ഉള്ളൂ. അവർ പഠിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ സബ്ജക്റ്റ് നോളജ് ഒരുപക്ഷെ കുറവായിരിക്കാം. ഇന്നൊക്കെ നമുക്കറിയാലോ, കുട്ടികളൊക്കെ തന്നെ എല്ലാവരെക്കാളും എടുക്കരാണ്, അച്ഛനമ്മമാരെക്കാളും എടുക്കരാണ്, അധ്യാപകരെക്കാളും എടുക്കരാണ്. കാരണം നിങ്ങളുടെ മൊബൈൽ സ്മാർട്ട് ഫോണിൽ തന്നെ മുഴുവൻ ഇൻഫർമേഷൻസ് ഉണ്ട്. എന്തെങ്കിലും തെറ്റായിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞാൽ അപ്പം തന്നെ നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഓൺ യുവർ ഫിംഗർ ടിപ്പ്, ഇറ്റ്സ് അവൈലബിൾ എവരിവെയർ എനി ടൈം. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് വേറൊന്ന് വിലയിരുത്തരുത്. എനിക്കറിയുന്ന പോലും ടീച്ചർക്ക് അറിയില്ല എന്നുള്ള ധാരണയല്ല വേണ്ടത്. ടീച്ചേഴ്സ് ആർ ഓൾവേസ് ഫോർ യുവർ ബെറ്റർ, ഒരു സംശയമില്ല. അങ്ങനെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മൂല്യം, അവരിൽ നിന്നുള്ള നല്ലത് കിട്ടുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുക, നല്ല ക്വാളിറ്റി എടുക്കുന്നു. അതുപോലെ അച്ഛനമ്മമാർ എപ്പോഴും ഏത് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും പല ഘട്ടങ്ങളിലും പറയും അച്ഛനമ്മമാരെ കുറ്റം പറയാനേ ഉള്ളൂ. പറയാറുണ്ട് സാധാരണ. കാരണം മക്കളോട് ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർ പറയുന്നത് പഠിക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് കേൾക്കാൻ പാടില്ലാത്തതും അത് മാത്രമാണ്. പഠിക്കുമെന്ന് പറയുന്നത് കേൾക്കണം. എന്നോട് പറയേണ്ട കാര്യമുണ്ട്, ഞാൻ പഠിക്കുകയല്ലേ. നിങ്ങൾ പഠിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചൊരു ആങ്സൈറ്റി ഉണ്ട്. എത്രത്തോളം പഠിക്കും? കാരണം ലോകം വളരെ സങ്കീർണമാണ്. നിങ്ങളുടെ പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധയെ മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നിങ്ങളെ
ദോഷമായിട്ട് ബാധിക്കാതിരിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അച്ഛനന്മാർ പഠിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പഠിക്കുന്നു, പുസ്തകം എടുത്ത് നിവർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണോ എന്നവരറിയില്ല. കഥ കടച്ചിരുന്ന് പല കുട്ടികളും പഠിക്കാറുണ്ട്. പക്ഷേ കഥ കടച്ചിരുന്ന് നിങ്ങൾ പഠിക്കുകയാണോ, മെസ്സേജ് അയക്കുകയാണോ, മൊബൈൽ യൂസ് ചെയ്യണമെന്ന് അവരറിയുന്നില്ല. നമുക്ക് ആരെയും പറ്റിക്കാൻ എളുപ്പം സാധിക്കും. അച്ഛനമ്മമാർ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. സ്നേഹമുള്ളവരെയാണ് നമുക്ക് പറ്റിക്കാൻ പറ്റുക. കാരണം നിങ്ങൾ പറയുന്നവർ വിശ്വസിക്കും. അമ്മ ഞാൻ എത്ര നേരം പഠിക്കുകയായിരുന്നു, അവർ വിശ്വസിക്കും. അപ്പോൾ ആരെയും വിശ്വസിപ്പിക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു സംശയമില്ല. നിങ്ങൾ നന്നായാലും നാളെ നല്ല നിലയ്ക്ക് എത്തിയില്ലെങ്കിലും റെസ്പോൺസിബിലിറ്റി ഈസ് പ്യുവർലി യുവേഴ്സ്, നോ ബഡി എൽസ്. അച്ഛനമ്മമാർക്ക് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചു തരാം, പൈസ തരാം, സഹായങ്ങൾ തരാം, പ്രൊട്ടക്ഷൻ തരാം. അധ്യാപകർക്കും ഉപദേശങ്ങൾ തരാം. ദീസ് യു വിൽ ഗെറ്റ് ഫ്രം എവറി പ്ലേസ്. അഡ്വൈസ് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന സംരക്ഷണങ്ങൾ സുഹൃത്തുക്കളെന്ന് പോലെ നിങ്ങൾക്ക് കിട്ടിയേക്കും. പക്ഷേ നിങ്ങൾ എവിടെ എത്തണം, എങ്ങനെ എത്തണമെന്ന് നിങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 2 ദിവസം വന്നു. ഈ 2 ദിവസം വന്ന് ഒരു ക്ലാസ്, ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കുറേ നന്മകളുണ്ട്. ആ നന്മ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് പറയും, കൊള്ളായിരുന്നു 2 ദിവസം പ്രോഗ്രാം എന്ന് പറയും. അങ്ങനെ അല്ല കാണുന്നെങ്കിലോ, വേസ്റ്റ് ഓഫ് 2 days എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ വേസ്റ്റ് എന്ന് ഒരു കാര്യത്തിലും വേസ്റ്റ് ഇല്ല. നിങ്ങൾ അനുഭവത്തിലൂടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണിത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനകത്ത് നന്മകൾ ഉണ്ടാവേണ്ടത്. നമുക്ക് വളരണം, ഓരോരുത്തർക്കും വളരണം. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വളരണം, കുടുംബത്തിലൂടെ സമൂഹം വളരണം. വളരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കാശുണ്ടാക്കുന്ന വളർച്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൂല്യങ്ങളിലൂടെ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ വളരുമ്പോൾ ഉയരാം, പക്ഷെ ഒരാളുടെ പുറത്ത് ചവിട്ടിക്കൊണ്ടാവരുത് ഉയർച്ച. ഒരാളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടാവരുത് ഉയർച്ച. നമുക്ക് സന്തോഷിക്കാം എപ്പോഴും, പക്ഷേ മറ്റൊരാളെ സങ്കടപ്പെടുത്തിക്കൊണ്ടാവരുത് നമ്മുടെ സന്തോഷം. നമ്മളൊരു കളിയാക്കി ചിരിക്കും. നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ ആ കളിയാക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടാകുന്ന സങ്കടം, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വി ഹാവ് എവറി റൈറ്റ് ടു ബി ഹാപ്പി. സന്തോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിനാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന തന്നെ എല്ലാവരും സന്തോഷത്തിനാണ്. ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് എനിബഡീസ് ഹാപ്പിനെസ്. വേറെ ആരുടെയും സന്തോഷം കളഞ്ഞുകൊണ്ടാവരുത് നമ്മൾ സന്തോഷിക്കുന്നത്. അതുപോലെ വളർച്ചയും ഉയർച്ചയും തന്നെ. നമ്മൾ വളരും തോറും മറ്റൊരാളെ ചവിട്ടി മെതിച്ചുകൊണ്ടാവരുത്, പറ്റിച്ചുകൊണ്ട് നമ്മൾ വളരരുത്. നമ്മൾ സ്വന്തം അധ്വാനത്തിലൂടെ നമ്മൾ സ്വയം പഠിക്കുക, സ്വയം കാശുണ്ടാക്കുക, അല്ലെങ്കിൽ സ്വയം നന്നായിട്ട് ജീവിക്കുക. അതിലൂടെ നമുക്ക് വളർച്ച. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സംശയം വേണ്ട. ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നിരിക്കും. ഒരാൾ നമ്മൾ പറയല്ലേ, ഞാൻ ആ കുട്ടിക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്നിട്ട് എന്നോട് ഇത് ചെയ്തില്ലേ, നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദെയർ ഈസ് സം റീസൺ വിച്ച് വി ആർ നോട്ട് അവെയർ ഓഫ്. നമുക്ക് അറിയാത്ത എന്തോ കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ നന്മ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും കിട്ടും, ഒരു സംശയം വേണ്ടത്. ഇപ്പോൾ ഒരു മുതിർന്നവരെ കണ്ട എഴുന്നേക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ബഹുമാനം, ആരാധന ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മൾ എണീക്കും. നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു സാറ് അല്ലെങ്കിൽ ടീച്ചർ അടുത്തൂടെ പോയിന്നിരിക്കട്ടെ, അറിയാതെ നമ്മൾ എണീറ്റ് പോകും. അപ്പോൾ എണീക്കുന്നത് ആ ടീച്ചറിനോടുള്ള നമ്മുടെ ഒരു ആരാധനയാണ്, ബഹുമാനമാണ്. ഈ ഒരു ബഹുമാനം ടീച്ചറിനോട് മാത്രമെന്നല്ല, നമുക്ക് ഓരോരുത്തരോടും കാണിക്കാം. നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. നമ്മൾ കുറ്റം പറയുന്ന ഇഷ്ടം പോലെ പേരുണ്ടാവും, പറയട്ടെ. കാരണം അത് അവരുടെ സംസ്കാരമാണ്. നമ്മൾ സംസ്കാരം എന്ന് പറയാറില്ലേ, ഒരാളുടെ കൾച്ചർ എന്ന് പറയും. അവിടെ ആ കൾച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിക്ക് അകത്ത് അടങ്ങിയിരിക്കുന്ന ക്വാളിറ്റീസാണത്. അത് നമ്മൾ ജീവിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയതുമാണ്, നമ്മൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്നതുമാണ്. അപ്പോൾ ഈ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയതും നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്നതുമായ സംസ്കാരമാണ് നമുക്ക് മാറ്റാനും മെച്ചപ്പെടുത്താനും കഴിയുന്നത്. മെച്ചപ്പെടുത്തുക, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു മോശം സാഹചര്യത്തിൽ ജനിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ പോലും നല്ല സംസർഗത്തിലൂടെ നല്ല ക്വാളിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാലോ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഒരു ബുക്ക് സ്റ്റോൾ പോയി കാണും. നല്ല പുസ്തകം എടുത്ത് വായിക്കുന്നെങ്കിൽ നല്ല ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാകുന്ന പോലെ തന്നെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സൂക്ഷിച്ചതിന് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും സംശയിക്കേണ്ട. നമ്മുടെ ക്വാളിറ്റിക്ക് ഇണങ്ങുന്ന ഫ്രണ്ട്സേ നമുക്ക് കിട്ടുള്ളൂ, അത് സംശയമൊന്നും വേണ്ട. ഒരു ഫ്രണ്ട് മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ മോശമാവുന്നത്? നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ മോശമാവും. എന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെടാത്തത്, ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് നമ്മൾ തന്നെയാണത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് നല്ല ചിന്തകൾ. എല്ലാ ക്ലാസ്സിലെ കുട്ടികളും നല്ലവരാണ്, നമ്മൾ കൂടെ പെരുമാറുന്ന എല്ലാവരും നല്ലവരാണ്. പക്ഷേ എപ്പോഴും
ഒരു കെയർഫുൾനെസ് നമ്മൾ പറയുന്നത് അവരിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിനെ നമ്മളിലേക്ക് വരാതെ നോക്കാം. നിങ്ങൾക്ക് പറ്റുമോ? ഇത് വലിയ ഫിലോസഫികളൊന്നും അല്ല അത് സംഗതി. നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഇടപഴകുമ്പോഴും വീട്ടിലിടപഴകുമ്പോഴും അടുത്ത വീട്ടിലുള്ളവരോട്ട് ഇടപഴകുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന കുറേ ക്വാളിറ്റീസ്, നല്ലതല്ലാത്തത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അങ്ങനെ ഒരു രീതിക്ക് നമ്മൾ വരുമ്പോൾ ഏത് ഭാഗത്തും, നിങ്ങളൊക്കെ വലിയ വലിയ പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണ്, ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ഈ വലിയ വലിയ പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടെ എന്താണ് നല്ല നിലയ്ക്ക് എത്തുക എന്ന് പറയുന്നത്? നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ല ജോലി നേടുക എന്നുള്ളതാണ് അല്ലേ? ഇഷ്ടംപോലെ കാശ് കിട്ടും, നല്ലൊരു കുടുംബമായി, എല്ലാ സുഖ സൗകര്യങ്ങൾ. ഈ സുഖ സൗകര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ നിന്നുള്ള സുഖം നമുക്ക് കിട്ടുന്നത് നമ്മുടെ മനസ്സാണ് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴും? നല്ല വീട്ടിലായിരിക്കും, വലിയ വീട്ടിലായിരിക്കും താമസിക്കുന്നത്, വീട്ടിനകത്ത് ഒരിക്കലും അച്ഛനമ്മമാർ എന്നും വഴക്കും വക്കാണോ ആയിരിക്കും, വീട്ടിനകത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു വലിയ കാറിനകത്തായിരിക്കും യാത്ര ചെയ്യുന്നത്, എന്നാലും അതിനകത്തുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ഒരു ഐക്യമില്ലെങ്കിൽ ആ യാത്രയും നിങ്ങൾ ടൂറൊക്കെ പോകാറുണ്ട് അല്ലേ? 10-50 പേര് അടിപൊളിയായിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്തൊക്കെ പോവും. ചിലപ്പോൾ 1-2 പേര് ഇടാകൂടം അതിനകത്തുണ്ടെങ്കിൽ ആ ട്രിപ്പ് മൊത്തം കുളമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് ജീവിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ ഒപ്പം ജീവിക്കുന്നുള്ളത്. നമ്മൾ അതിൽ നിന്ന് എവിടെയാണ് നമ്മളിൽ നന്മ എന്ത് കാണാൻ പറ്റും, മറ്റുള്ളവരിലുള്ള നന്മ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമുക്ക് നന്മ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരാൾ ചീത്ത പറയാതെ തന്നെ ഇരുന്ന് നോക്കിയേ, നിങ്ങളെ ആരും പറയൊന്നുമില്ല. അപ്പം നമ്മൾ കുറ്റം പറയുന്നവരോട് നമുക്കൊരു എതിർപ്പ് തോന്നേണ്ട ഒരു കാര്യമില്ല. കുറ്റം എന്ന് പറയുന്നത് അവരുടെ സംസ്കാരം അനുസരിച്ച് അവർ പറയുന്നതാണ്. ചിലർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാം പരദോഷണം പറഞ്ഞ് നടക്കുമോ, ഏത് സമയത്തും നുണയേ പറയുള്ളൂ എന്നൊക്കെ പറയും. അത് നമുക്ക് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. നമ്മൾ മാറ്റാൻ ശ്രമിക്കരുത്. കാരണം ആ നുണ നമ്മൾ കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, മാറ്റങ്ങളും സുഖങ്ങളും ഇഷ്ടങ്ങളും നമ്മളിലാണ് ഉണ്ടാവേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നതിനകത്ത് കാര്യമുണ്ട്, അധ്യാപകർ പറയുന്നൊരു കാര്യമുണ്ട്, മുതിർന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് നിലയ്ക്കെത്തിയാലും ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ അംശങ്ങൾ കൊണ്ടാണ് നിങ്ങൾ മുകളിലെത്തുന്നത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അധ്വാനം ഒരു വശത്ത്, ബാക്കി നിങ്ങൾ അറിയാതെ തന്നെ ഇവരൊക്കെ തരുന്ന അനുഗ്രഹങ്ങളും സപ്പോർട്ടും വളരെ കൂടുതലുണ്ട്. ഇപ്പം നിങ്ങൾ പറയണ്ടേ, മക്കൾ എവിടെ ടൂർ പോയി കഴിഞ്ഞാലും തിരിച്ച് വരുന്നവരെ അച്ഛനും അമ്മയും പ്രാർത്ഥനയിലായിരിക്കും, അല്ലെങ്കിൽ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കും മക്കൾക്കൊന്നും സംഭവിക്കല്ലേ. നിങ്ങൾ കാണുന്നുണ്ടോ അത്? ഇല്ല. ഞാൻ പോയി ടൂറൊക്കെ കഴിഞ്ഞു, സുഖമായിട്ട് വന്നു, ഞാൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങി. ശരിയാണ്, നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പുറകിൽ നിങ്ങളറിയാതെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയുണ്ട്, അധ്യാപകരുടെ ആശംസകളുണ്ട്. നമ്മളിതൊന്നും പുറത്ത് കാണുന്നില്ല. അപ്പം നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളതാണ്, പോസിറ്റീവ് എനർജി. വരെ നമ്മൾ സാധാരണ കാല് പിടിക്കാറില്ലേ? മുതിർന്നവർ എന്താ കാല് പിടിച്ചുകൊണ്ട് കിട്ടുന്നത്? കഷ്ടപ്പെട്ട് നമുക്ക് കാല് തൊട്ട് വന്നിക്കുന്നുണ്ട്, എന്താ കിട്ടുന്നത്? അവിടെ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. മുതിർന്നവർ നമ്മുടെ തലയിൽ കൈവയ്ക്കും. തലയിൽ കൈവയ്ക്കുമ്പം നമ്മളിന്ന് ആ കൈവയ്ക്കുന്ന ആളിൽ നിന്ന് ഒരു അനുഗ്രഹം നന്നായി വരട്ടെ എന്നുള്ളൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തുന്നു. ആ എനർജി നിങ്ങളറിയാതെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ തരുന്ന മുതിർന്നവരിൽ നിന്ന് നമ്മൾ കാല് പിടിക്കുക എന്ന് പറയുന്നതും അനുഗ്രഹം. നമ്മൾ വീട്ടിൽ പുറത്തെവിടെയും പോകുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോകും അച്ഛനമ്മമാരുടെ, അമ്മ ഞങ്ങൾ പോയിട്ട് വരാം, അച്ഛാ പോയിട്ട് വരാമെന്ന്. എന്താ പറയുന്നതിൻ്റെ ഉദ്ദേശം? ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ അച്ഛനമ്മമാർ നിങ്ങളിലേക്കൊരു അനുഗ്രഹം, അവരെ കാത്തുകൊള്ളണമേ, എൻ്റെ മക്കളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങളുടെ കൂടെ വരും. നിങ്ങളറിയാതെ നിങ്ങൾ പോകുന്നിടത്ത് മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു സഹായങ്ങളും ഈ ഒരു അനുഗ്രഹങ്ങളും ഒക്കെയാണ് നിങ്ങളാക്കിയിട്ടും വലിയ ആൾക്കാരാക്കിയിട്ടും വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം നമുക്കെങ്ങനെ അഹങ്കരിക്കാൻ അവകാശം? നമ്മുടെ കഴിവാണ് അതൊക്കെ. അഹങ്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്കും ഏത് നിലയിലെത്തിലും അഹങ്കരിക്കാൻ അവകാശമില്ല. അഭിമാനിക്കാം, ഞാൻ പഠിച്ചു, എനിക്ക് മാർക്ക് കിട്ടി, ഞാൻ റാങ്ക് കിട്ടി, അഭിമാനിക്കാം. പക്ഷെ അതൊരിക്കലും തലക്കനമായിട്ടോ അഹങ്കാരമായിട്ടോ വരണ്ട. കാരണം നിങ്ങൾ അഹങ്കരിക്കാൻ നിങ്ങളുടെ മാത്രം നേട്ടമല്ല അത് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെപ്പോഴും അതെ, മോശമായത് വേണ്ടെന്ന് വെക്കുക. നല്ല ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സുഖമായിരുന്ന് ഉറങ്ങിപ്പോവും ചിലപ്പോൾ. എന്തുകൊണ്ടാണ്? ആ മനസ്സിനകത്ത് താളമുണ്ട്. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും താളമുണ്ട്. ഇപ്പോൾ കാറ്റിനായാലും ശബ്ദത്തിനായാലും ജീവിതത്തിനായാലും എല്ലാം താളമുണ്ട്. ആ താളം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും. അത് ക്ലാസ്സിലായിക്കോട്ടെ, 4 ആൾ കൂടുന്നിടത്തായിക്കോട്ടെ, ഒച്ചയും ബഹളവും അല്ലാതെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, മനസ്സിന് സുഖം കിട്ടും. നിങ്ങളെപ്പോഴും ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷീണം തോന്നാറില്ലേ? ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കും.
അതേസമയം നിങ്ങൾ കൂട്ടുകാരികളോടൊപ്പം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊപ്പം കളിച്ച് ചിരിച്ച് ബഹളം വെച്ച് നോക്കിയേ, അത്രയും എനർജിയേ കിട്ടുള്ളൂ. അതേസമയം 2 മിനിറ്റോളം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ക്ഷീണമായി കിതയ്ക്കാൻ തുടങ്ങും. കാരണം എന്താ? വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം മറ്റെവിടെ നിങ്ങൾ ചിരിച്ച് കളിച്ച് അവിടെയും നിങ്ങൾ ശരീരം അനങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് എനർജികളാണ്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ കൂട്ടുകാരോടൊത്ത് കളിച്ച് ചിരിച്ച് ഉല്ലസിക്കുമ്പോഴും കൂടുതൽ നിങ്ങൾ ഊർജ്ജം ഉള്ളവരായി മാറും. അതേസമയം നെഗറ്റീവ് എനർജി വന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ലതായിട്ട് നമുക്ക് സമാധാനം കിട്ടുമോ? കിട്ടില്ല. അച്ഛനമ്മമാർ ചിലപ്പോൾ വഴക്കം വെക്കാനും ഉണ്ടാകും, അവർ തമ്മിൽ വഴക്കിടുന്നുണ്ടാവും. അതൊക്കെ മാറിയിട്ട് ഞാൻ സുഖിക്കാൻ സമാധാനിക്കാമെന്ന് വെച്ചാൽ പറ്റുമോ? അത് അവരുടെ ഭാഗം. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റണം. കുട്ടികളെല്ലാം പരദോഷം പറയുന്നു, മാറ്റി നിർത്താൻ നമുക്ക് നമ്മുടെ ചിന്തയിൽ നിൽക്കാം. ഇടപെടാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇടപെടുക. അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിക്ക് സമാധാനത്തിൽ നിൽക്കാം. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും നമുക്കുള്ളൊരു സമാധാനവും സന്തോഷവും നാം സ്വയം കണ്ടെത്താൻ സാധിച്ചാൽ സമാധാനം. വീട്ടിലെ അച്ഛനന്മാരും എല്ലാ കുട്ടികൾക്കുള്ള പരാതി അതല്ലേ? അച്ഛനായാലും അമ്മയായാലും ഏത് സമയത്തും പഠിക്കുന്നു പറഞ്ഞ് അതാണ് പരാതികൾ. അവർ പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അവരവരുടെ രീതി പറഞ്ഞുകൊള്ളട്ടെ. അപ്പം നമ്മുടെ മനസ്സിനകത്ത് ഒരു നല്ല ചിന്തകൾ ഉണ്ടാകാൻ അല്പം ഒരു ഭക്തി ആയാലും പ്രാർത്ഥന ആയാലും ഒക്കെ നമ്മൾ സാധാരണ സന്ധ്യാനാമമൊക്കെ ചൊല്ലാറുണ്ട് പല വീടുകളിലും, അല്ലേ? എന്താ സന്ധ്യാനാമം ചൊല്ലുന്നത്? ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല. വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഏതെങ്കിലും ഒരു എനർജിയെ, ഒരു ശക്തിയെ, മനസ്സിനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, പല ഭാഗത്തുള്ള എനർജി ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശക്തമാവില്ലേ? ഇപ്പോൾ ഒരു ലെൻസിലൂടെ അറിയാലോ, കോൺവെക്സ് ലെൻസിലൂടെ നമ്മൾ സൂര്യപ്രകാശത്തെ കാണിച്ചു കഴിഞ്ഞാൽ താഴെ പഞ്ഞിയോ എന്താ വെച്ചാൽ അതിന് കത്തും. അപ്പം പല ഭാഗത്തു നിന്ന് വരുന്ന എനർജി ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ കുറേ പേര് കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ശക്തി, ദൈവം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ദൈവത്തെയും വിശ്വസിക്കുകയാണെങ്കിലും അവിടെ ഇരുന്നൊരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് സമയമെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിനകത്ത് നിലനിൽക്കും. എല്ലാവരുടെയും മനസ്സിനകത്ത് ഉള്ള വിഷമങ്ങളൊന്ന് മാറി കുറച്ച് സമയത്തേക്ക് നല്ല അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും നമുക്കൊരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. അതിന് അച്ഛനന്മാർ സഹായിക്കണമെന്നില്ല, കൂട്ടുകാർ സഹായിക്കണമെന്നില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നല്ല കുട്ടികളായിട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ, നല്ല കുട്ടികൾ എന്താണെന്ന്. നിങ്ങൾക്കറിയണം നല്ല കുട്ടി എന്താണെന്നുള്ളത്. നമുക്കറിയാലോ, വളരെ മോശമായ സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട്. ഇൻ്റർനെറ്റ് ആയാലും ശരി, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കാളും ദുരുപയോഗമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണത് ഏറ്റവും കൂടുതലുള്ളത്. അത് അച്ഛനമ്മമാർ, എനിക്ക് തോന്നുന്നു മിക്കവാറും 90% വീടുകളിലും ഉള്ളപ്പോൾ ഒരു പ്രശ്നം, ഏത് സമയത്തും മക്കൾ ഫോണും കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതിയായിരിക്കും. എല്ലാ വീടുകളിലുള്ള പരാതിയാണ്. കൊച്ചു കുട്ടിക്ക് ഉറങ്ങണമെങ്കിൽ മൊബൈലിൽ പാട്ട് വെച്ച് കൊടുക്കണം, ആണ് അവസ്ഥ. എത്ര വഴക്കുണ്ടാക്കണേ മൊബൈൽ കയ്യിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ച് മുട്ടായൊന്നും വേണ്ട. പണ്ടൊക്കെ ചോക്ലേറ്റ് കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പോൾ അത് പോരാ. മൊബൈലിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഹായ് തുള്ളിച്ചാടും, കൊള്ളാം. ആ രീതിയിൽ മാറി. മോശം എന്നല്ല പറയുന്നത്. ഏതൊരു സയൻറ്റിഫിക് ഇൻവെൻഷനും പോസിറ്റീവ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ വക്രബുദ്ധി കൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആറ്റം ബോംബിൻ്റെ കാര്യമൊക്കെ അതാണല്ലോ സംഗതി. ഇറ്റ്സ് ഫോർ എനർജി ക്രിയേഷൻ, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രക്ഷൻ ഓൾസോ. അപ്പം അതുകൊണ്ട് മൊബൈൽ ഫോൺ എല്ലാ കുട്ടികളും തന്നെ വളരെ നല്ലതാണ്, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അനാവശ്യം എന്ന് പറയുമ്പോൾ വേറെ ആർക്കും ദോഷം വരില്ല. അച്ഛനമ്മമാർ കാണാം, നമ്മൾ സിനിമ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കും. അത് നിങ്ങളിപ്പോൾ അറിയില്ല, കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റു അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട, അധ്യാപകർക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട, ആർക്കും വേണ്ടി നിങ്ങൾ നന്നാവണ്ട. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ നന്നാവുക. കാരണം നിങ്ങൾ നല്ല ചെയ്താൽ നിങ്ങൾക്ക് നല്ലതേ കിട്ടൂ, ഒരു സംശയം വേണ്ടത്. തെറ്റായ വിചാരങ്ങളും തെറ്റായ ചിന്തകളും മനസ്സിൽ വരാതെ, കൊച്ചു കുട്ടികളാണ് നിങ്ങളൊക്കെ, വലിയ വലിയ വിചാരങ്ങൾ നിങ്ങൾക്ക് വരേണ്ട സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നന്നാടെ കാര്യങ്ങളിൽ, ലളിതമായ കാര്യങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ട്, സ്വയം ഹാപ്പി ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും ഹാപ്പിനെസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, ചിലരുടെ കൂടെ നമുക്ക് എപ്പോഴും പോകാൻ ഇഷ്ടമാണ്. കാരണം നല്ലതേ പറയുള്ളൂ, എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞു. ചിലരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒഴിവാക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ആൻഡ് ഇഫ് യു ആർ ഗുഡ്, ഡെഫിനറ്റ്ലി ഗുഡ് ഫ്രണ്ട്സ് വിൽ കം ടു യു. നിങ്ങളുടെ അടുത്ത് നല്ല സുഹൃത്തുക്കൾ വരും. നമ്മൾ നല്ല സുഹൃത്തുക്കളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല.
അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി നല്ലതായാൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഒരു അന്തരീക്ഷം അയാൾക്ക് തനിയെ ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് ഈ 2 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയായ നല്ലൊരു വെളിച്ചം പകരുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്ന കവിതാ സിസ്റ്റം, മീന സിസ്റ്റം ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഓം ശാന്തി. Sir spoke at length about what this program is going to be all about. But I am going to speak about what my experience is since I have entered this university of learning. I entered this building. To me, it was just a building. 2.5 years ago, I lacked in nothing in life. I had plenty of money to spend, excellent husband, well-qualified son, a very sweet mother, a beautiful dog, more than one vehicle to travel around. Nothing I lacked if you looked at me that way. But inside me, there was always something missing. Always something missing. So many questions in my mind, and all the questions were related to what had happened to me in the past. Why did this happen? Why did this happen to me? N number of questions. As a result, whatever I did, whatever nature had bestowed on me, nothing could make me happy. So a friend dropped me at the gate, introduced me to Kavita's sister. She's my guru, in fact, in the corporeal form. She was the one who inducted me into this way of thinking. Here I would like to tell you a small story. Alan, it is from the Bible. There was this person who got converted to Christianity. And his friend, who is a non-believer, asked him, "Do you know where Jesus Christ was born?" This person said, "I don't know." "Do you know how long he lived?" He said, "I don't know." "Do you know how many sermons he preached?" He said, "I don't know." "Was Jesus Christ married?" He said, "I don't know." Are you not ashamed? So many questions are there for which you don't know the answers, and still you call yourself a Christian? For this person replied, "Before I became a Christian, I was a drunkard. I brought no happiness to anybody around me. My family was afraid of my return in the evening. My business was not running properly. I was into deep debts. I owed money everywhere. Wherever I went, there was only unhappiness. But after I understood what it is to be a Christian, now the family looks forward to my arrival in the evening. My business runs well. I don't owe any money to anybody." What exactly this person means is that you don't have to understand everything to be happy, to transform oneself. As Sir said, Swaparivartanam. To become that, you don't have to understand everything. What if there is a little transformation in you? That which brought about little transformation is the real knowledge, that which is essential, and that I have received from this university of learning. If friends were to see me today, they may not agree that I have transformed, but inside me, I know that I have transformed a lot, and for the better.
And with these words, I would like to leave you. Don't try to understand everything. But if these 2 8 hours program brings about a little transformation in you, that knowledge which brought that little transformation in you is the real knowledge. Om Shanti.